ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പാർട്ട് 1 വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. അതിൽ പാർട്ട് 1 നമ്മൾ കൂടുതൽ തിയറി കാര്യങ്ങളൊക്കെ അല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമുക്ക് ആ HTML സ്ട്രക്ചർ ഇങ്ങനെ VS കോഡിലോട്ട് അപ്ലൈ ചെയ്തിട്ട് അതെങ്ങനെ വർക്ക് ചെയ്യുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഇവിടെ ഒരു class2.html എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫയൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇത്രയും കഴിഞ്ഞാൽ നമുക്ക് കോഡ് എഴുതി തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എന്ത് ചെയ്താൽ ഡോക് ടൈപ്പ് HTML. ഈ ഡോക് ടൈപ്പ് HTML എന്തിനാ നമ്മൾ എഴുതുന്നതെന്നൊക്കെ നമ്മൾ പാർട്ട് 1 പറഞ്ഞിട്ടുള്ളതാണ്. അത് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും അതൊന്ന് പോയി കാണേണ്ടതാണ്. പിന്നെ രണ്ടാമത് നമ്മൾ എഴുതുന്ന എന്താ HTML എന്ന് പറഞ്ഞിട്ടുള്ള ടാഗാണ്. HTML എന്ന് പറഞ്ഞിട്ടുള്ള ടാഗിൻ്റെ ഉള്ളിലാണല്ലോ നമ്മളിതിൻ്റെ എല്ലാ ടാഗുകളും ഇത് HTML എന്ന് പറഞ്ഞിട്ടുള്ള ടാഗിൻ്റെ ഉള്ളിലായിരിക്കും നമ്മൾ എഴുതുന്നത്. പിന്നെ ഞാൻ ഷോപ്പ് റിവ്യൂ ഓൺ ചെയ്ത് വെക്കണ്ടേ. HTML ടാഗ് എഴുതിയതിന് ശേഷം ഇനി അടുത്തായിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ എഴുതുന്നതാണ് ഹെഡ് ടാഗ്. ഈ ഹെഡ് ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ ബ്രൗസറിന് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷനൊക്കെ നമ്മൾ ഈ ഒരു ഹെഡ് സെക്ഷൻ്റെ ഉള്ളിലാണ് നമ്മൾ കൊടുക്കുക. അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ടൈറ്റിൽ ടാഗ് കൊടുക്കുക. നമുക്ക് ഐക്കൺ കൊടുക്കണ്ടേ, ഫേവ് ഐക്കൺ കൊടുക്കാനുള്ളതും നമ്മൾ എന്ത് ചെയ്യുക ഹെഡ് ടാഗിൻ്റെ ഉള്ളിലാണ് കൊടുക്കുക. അതിനുശേഷം ഹെഡ് ടാഗ് ക്ലോസ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ ഒരു പുതിയ ടാഗ് ഓപ്പൺ ചെയ്യാണ് ചെയ്യുന്നത്. അതായത് ബോഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാഗ് ഓപ്പൺ ചെയ്യാണ്. ഈ ബോഡിൻ്റെ ഉള്ളിൽ എഴുതുന്നതെല്ലതും നമുക്ക് ആ സ്ക്രീനിൽ കാണാൻ പറ്റും. അതിൽ പ്രിവ്യൂ എന്ന് പറഞ്ഞിട്ടുള്ളിടത്ത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഹെഡ് ടാഗ് നമ്മൾ എന്ത് എഴുതിയാലും അത് ബ്രൗസറിൽ കാണിക്കും. ബോഡി ടാഗിൽ നമ്മൾ എന്ത് എഴുതിയാലും അതതിൻ്റെ വെബ്സൈറ്റിൻ്റെ പേജിലാണ് ഇത് കാണിക്കുക. സോ ഇനി നമുക്ക് അടുത്തായിട്ട് ടൈറ്റിൽ എഴുതാം. അപ്പോൾ ടൈറ്റിൽ ഞാൻ കോഡ് വിത്ത് ജുമാന എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഞാൻ ടൈറ്റിൽ എഴുതുന്നതിനനുസരിച്ച് ആ പ്രിവ്യൂവിൻ്റെ ഏറ്റവും മുകളിൽ ആ ബ്രൗസറിൻ്റെ ബാറിൽ അവിടെ അങ്ങനെ ചേഞ്ച് ആവുന്ന കണ്ടില്ലേ, നമ്മൾ എഴുതുന്നതിനനുസരിച്ച് അവിടെ കോഡ് വിത്ത് ജുമാന എന്ന് ഇവിടെ കോഡിൽ എഴുതിയപ്പം നേരെ അപ്പുറത്ത് ഷോപ്പ് റിവ്യൂവിൻ്റെ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, അവിടെ അങ്ങനെ ചേഞ്ച് ആയി വന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടൈറ്റിൽ യൂസ് ചെയ്യുന്നത്. ഹെഡ് സെക്ഷൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്താലും അവിടെയാണ് കേട്ടോ ചേഞ്ച് ആവുക. ഓക്കെ, റെഡി അല്ലേ? ഇനി ബോർഡിൻ്റെ ഉള്ളിൽ നമുക്ക് ഹലോ വേൾഡ് എന്ന് എഴുതി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ബോർഡിൻ്റെ ഉള്ളിൽ എഴുതണതിൻ്റെയും ഹെഡിൻ്റെ ഉള്ളിൽ എഴുതണതിൻ്റെയും തമ്മിലുള്ള ഡിഫറൻസ്. ഇപ്പോൾ ഞാൻ ബോർഡിൻ്റെ ഉള്ളിൽ ഹലോ വേൾഡ് എന്ന് എഴുതിയപ്പോൾ ആ വൈറ്റ് പേജിലോട്ടല്ലേ വന്നേ. ഹെഡിൻ്റെ ഉള്ളിൽ നമ്മൾ ടൈറ്റിലാക്കി എഴുതിയപ്പോൾ ഏറ്റവും മുകളിലല്ലേ വന്നേ. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ക്ലിയർ ആയില്ലേ. ഇനി അടുത്തായിട്ട് നമ്മൾ ബ്രൗസറിന് ഐക്കൺ കൊടുക്കാം. അതിന് നമ്മൾ ഹെഡ് സെക്ഷനിൽ ടൈറ്റിലിൻ്റെ താഴെ നേരെ ഒരു ലിങ്ക് ടാഗ് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് REL എന്ന് പറഞ്ഞാൽ റിലേഷനാണ്. റിലേഷൻ നമുക്ക് എന്താ ഐക്കൺ ആക്കിയിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് HRF എന്ന് പറയുന്നത് ഒരു പാത്താണ്. ആ ഒരു നമ്മൾ ആ ഇമേജിൻ്റെ പാത്ത് ഉണ്ടല്ലോ, ആ ഇമേജൊക്കെ എങ്ങനെ അവിടെ വന്നെന്ന് പാർട്ട് 1 വീഡിയോ കണ്ടാൽ ക്ലിയർ ആവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഇമേജ് അവിടുന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഷിഫ്റ്റ് അടിച്ചിട്ട് അവിടെ കൊടുക്കാം. ഓക്കെ, വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യാം. ഓക്കെ അല്ലേ? എന്നിട്ട് ആ ലിങ്ക് ടാഗ് എന്ത് ചെയ്യാം, ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്താൽ നമ്മൾ ആ ഫേവ് ഐക്കൺ അവിടെ സെറ്റായത് കാണാവുന്നതാണ്. സ്ക്രീനിൽ നോക്കിയാൽ മനസ്സിലാവും. മുകളിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഒരു ഐക്കൺ ഉണ്ടല്ലോ, അത് വന്നാണ്. ആ ഐക്കൺ കഴിഞ്ഞിട്ട് കോഡ് വിത്ത് ജുമാന എന്ന് വന്നാണ്. ഇനി നമുക്ക് അടുത്തത് ഹെഡിങ് ടാഗുകൾ നോക്കാം. നമുക്ക് HTML 6 ഹെഡിങ് ടാഗുകളാണുള്ളത്. അതിൽ H1ൻ്റെ ഉള്ളിൽ ഹലോ വേൾഡ് എന്ന് എഴുതി എല്ലാതും ഓപ്പണും ചെയ്യണം ക്ലോസും ചെയ്യണം കേട്ടോ. ഏതൊരു ടാഗ് ഓപ്പൺ ചെയ്താലും നമ്മൾ ക്ലോസ് ചെയ്യൽ നിർബന്ധമാണ്. പിന്നെ ക്ലോസ് ചെയ്യാത്ത കുറച്ച് ചെയ്യേണ്ടതായിട്ട് ആവശ്യമില്ലാത്ത കുറച്ച് ടാഗുകളുണ്ട്. അത് നമുക്ക് വരുന്ന വീഡിയോയിൽ കാണാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഹലോ വേൾഡ് കൊടുത്തേക്കുന്നത് H1ൻ്റെ ഉള്ളിലാണ്. നമുക്ക് 6 ഹെഡിങ് ടാഗ് ഉണ്ടല്ലോ, അതിൽ H1ൻ്റെ ഉള്ളിലാണ് കേട്ടോ ഞാൻ ഹലോ വേൾഡ് കൊടുത്തേക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് ഞാൻ ലിങ്കും റിലേഷനും HRF അതിൻ്റെ ഒരു ചെറിയ നോട്ടാക്കിയിട്ട് ഞാൻ ആ ബോഡിയിൽ എഴുതി കാണിക്കാം. അത് ഞാൻ H2ൻ്റെ ഉള്ളിലാണ് എഴുതുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും H1ഉം H2ഉം തമ്മിലുള്ള സൈസിൻ്റെ ഡിഫറൻസ്. ഇനി അടുത്തത് ഈ ലിങ്ക് ടാഗ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു എക്സ്റ്റേണൽ ഫയലിനെ HTML ഡോക്യുമെൻ്റ് ആയിട്ട് കണക്ട് ചെയ്യാനാണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പാർട്ട് 1 പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും ഒന്നും കൂടെ പറയുന്നത് മാത്രം. അതുപോലെ അത് കഴിഞ്ഞിട്ട് ആ HTML ഡോക്യുമെൻ്റ് കഴിഞ്ഞ പാടെ തന്നെ ഞാൻ അടുത്ത ലൈനിലാണ് REL എഴുതണം. പക്ഷെ നമ്മൾ വെബ്സൈറ്റിൽ നോക്കിയാൽ മനസ്സിലാവും
HTML ഡോക്യുമെൻ്റിൽ നിന്ന് കഴിഞ്ഞ പാടെ അവിടെ സ്പേസോ നെക്സ്റ്റ് ലൈനോ ഒന്നും ആവാണ്ട് തന്നെ അവിടെ നിന്ന് തന്നെ കണ്ടിന്യൂ ആയി എഴുതി പോവാണ് REL. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മളിവിടെ കോഡിൽ ഒരു BR പറഞ്ഞിട്ടുള്ള ടാഗ് കൊടുക്കുക. അത് ലൈൻ ബ്രേക്ക് ചെയ്യാനാണ്. അപ്പോൾ ആ BR അവിടെ കൊടുത്തതും ഈ REL അടുത്ത ലൈൻക്കായത് കണ്ടില്ലേ. അപ്പോൾ REL കഴിഞ്ഞാൽ പിന്നുള്ളത് HRF ആണ്. അപ്പോൾ അവിടെ നമ്മൾ BR ഇട്ടില്ലെങ്കിൽ കണ്ടില്ലേ, ആ ലൈനിൽ തന്നെ HRF എന്നിട്ടുണ്ട് അതിൻ്റെ എക്സ്പ്ലനേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുക, നമ്മളവിടെ BR ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഹെഡിങ് 1ഉം ഹെഡിങ് 2ഉം അതായത് H1ഉം H2ഉം ടാഗുകൾ തമ്മിലുള്ള സൈസിൻ്റെ ഡിഫറൻസ് മനസ്സിലായില്ലേ. ഇനി നമുക്ക് ബാക്കിയുള്ള ഹെഡിങ് ടാഗുകളുടെ സൈസും കൂടെ ഒന്ന് നോക്കാം. അപ്പോൾ ഞാൻ അടുത്തായിട്ട് H3 കൊടുക്കുന്നുണ്ട്. H3 കൊടുത്തിട്ട് ഞാൻ ലോറം 10 എന്നിട്ടുള്ള ഇത് കൊടുക്കുന്നുണ്ട്. ആ ലോറം 10 അടിച്ചാൽ നമുക്ക് അവിടുന്ന് ഒരു 10 വേർഡ്സുകൾ നമുക്ക് VS Code തന്നെ ക്രിയേറ്റ് ചെയ്ത് തരും. നമ്മൾ എഴുതേണ്ട കാര്യങ്ങൾ ആവശ്യമൊന്നുമില്ല. നമുക്ക് ലോറം 10 അടിച്ചാൽ ജസ്റ്റ് ഒരു ക്രിയേറ്റ് ചെയ്ത് തരും. ഇതാണ് എന്താ. അപ്പോൾ H1 ഹലോ വേൾഡും H2 ആ 3 പോയിന്റ്സ് ഉണ്ടല്ലേ, അതിൻ്റെ സൈസും ഇനി H3 അതിൻ്റെ സൈസും ഒന്ന് ഡിഫറൻസ് നോക്കിക്കാം. ഇനി നമുക്ക് അടുത്തായിട്ട് H4 എഴുതാം. അതേപോലെ തന്നെ നമുക്ക് H5ഉം H6ഉം എഴുതി കാണിക്കാം. ഇത് ഇപ്പോൾ ഈ 6 ഹെഡിങ് ടാഗുകളെ സൈസുകൾ മനസ്സിലായില്ലേ. ഹലോ വേൾഡ് നമ്മൾ ഏറ്റവും വലുതും പിന്നെ അതിൻ്റെ താഴെ ഇങ്ങനെ ചെറുതായിട്ട് ഓരോ ടാഗുകൾ ഇങ്ങനെ ചെറുതായിട്ടാണ് വരിക. 1ൽ വലുതും 2 അതിൻ്റെ ചെറുതും 3 അതിൻ്റെ ചെറുത് 4 അപ്പോൾ 6 എത്തുമ്പോൾ പറ്റ ചെറുതാവും. അപ്പോൾ ഈ ഒരു ഹെഡിങ് ടാഗുകളെ കുറിച്ച് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തതിലോട്ട് പോവാം. അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടത് നമ്മൾ VS Code തന്നെ ഷോപ്പ് റിവ്യൂവിൽ ഓപ്പൺ ചെയ്തിരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്കൊരു വെബ്സൈറ്റിൽ ഓപ്പൺ ചെയ്താൽ എങ്ങനെ ഉണ്ടാവുമെന്ന് കാണാം. അതിന് റൈറ്റ് ക്ലിക്ക് ചെയ്താണ്ട് ഓപ്പൺ വിത്ത് ലൈവ് സെർവർ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നമുക്കത് ഇതുപോലെ കാണാം. ഇതുപോലെ തന്നെ നമ്മൾ വെബ്സൈറ്റ് ഉണ്ടാവാം. ഇതുപോലെയല്ല, നമ്മൾ കുറേ എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യും. ഇതിപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ബോഡിയിൽ എഴുതിയിരിക്കുന്നത് മാത്രമാണ് നമുക്ക് ആ വൈറ്റ് സ്പേസിൽ കാണാനായിട്ട് കഴിഞ്ഞ്. നമ്മൾ ഹെഡ് സെക്ഷനിൽ എഴുതിയത് ഏറ്റവും ടോപ്പിലായിട്ടാണ് വന്നത്. അല്ലാതെ നമ്മൾ ടാഗുകളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ വെബ്സൈറ്റിലേക്ക് വന്നിട്ടില്ല. നമ്മൾ അല്ലാണ്ട് നമ്മൾ വിസിബിൾ ആക്കണമെന്ന് വെച്ച് നമ്മൾ ടാഗുകൾ കൊടുത്ത് എഴുതിയത് മാത്രമാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. പാർട്ട് 3 നമ്മൾ നാളെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റാ.